അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നതായിട്ട് കാണാനിടയായി. പ്രബോധനം എന്താണ് എന്ന് പ്രബോധനം നടത്തുന്നവർ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യപ്രസക്തമായ ഒരു ഉപദേശ പ്രസംഗമായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ കരുവാരക്കുണ്ടിലെ ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെൻ്ററിൻ്റെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് സമൂഹത്തിലേക്ക് പ്രബോധനത്തിനായി പുറത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് നടത്തിയ ആ പ്രസംഗം. ചില ആളുകളൊക്കെ മണിക്കൂറുകളോളം വേദികളിൽ അട്ടഹസിച്ച് ആർത്തു വിളിച്ച് പ്രസംഗിച്ച് ആശയവും ആദർശവും ഒക്കെ പറഞ്ഞിട്ടും അവസാനം ആ വേദി പിരിഞ്ഞു പോകുമ്പോൾ കൊട്ടൻ വേനൽക്കാലത്ത് കൊടുങ്കാറ്റോടുകൂടി കുത്തിയൊലിച്ച് പെയ്യുന്ന മഴ ചോർന്നതുപോലെ മാത്രമായി മാറുകയാണ്. ചില ആളുകളെ പുകയ്ത്താനും ചില ആളുകളെ ഇകയ്ത്താനും ഒക്കെ മാത്രമായി അത്തരം വേദികൾ ചുരുങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ചുരുങ്ങിയ മിനിറ്റുകളിൽ പറഞ്ഞിട്ടുള്ള ആ ചുരുങ്ങിയ വാക്കുകൾ സമൂഹത്തിലെ പ്രബോധകർ എന്ന് പറയപ്പെടുന്നവർ ചിന്തിക്കേണ്ടതും പാഠമാക്കേണ്ടതുമായ മുത്തുമൊഴികളാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. സാദിഖലി ശിഹാബ് തങ്ങളുടെ ആ വാക്കുകൾ കേൾക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഭാഷണങ്ങളുടെ ഒരു അരങ്ങാണല്ലോ, അരങ്ങ് തകർക്കുകയാണ് പ്രഭാഷണങ്ങളുടെ. പക്ഷേ മാതൃകകളെ നമുക്കുണ്ടാക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നു, ഇസ്ലാമിക ജീവിത മാതൃകകളായിട്ട് നമുക്കാർക്കും സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രബോധനവും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. ഞാൻ ആരെയും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണ്. ഇഷ്ടമുള്ളവരങ്ങനെ പ്രശംസിച്ച് ആകാശത്ത് കുത്തുകൊണ്ടേ വെക്കും, ഇഷ്ടമില്ലാത്തതിനെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് ചവിട്ടി താത്താൻ ശ്രമിക്കും. അതാണ് ഇപ്പം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബോധനം എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു. ഇതിൽ നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട്. നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ആത്മവഞ്ചന, പ്രബോധനത്തിൻ്റെ മാർഗത്തിലുള്ള ആത്മവഞ്ചന, നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും പ്രബോധത്തിൻ്റെ പേരിലുള്ള ആത്മവഞ്ചനയിലേക്ക് നമ്മളിങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ അരങ്ങാടുന്നുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാവരും ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നുള്ളതാണ്. അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അകരുന്നത് തർക്കുമ്പോഴും സമ്മേളനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴും സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട്, അത് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമൂഹം നമ്മുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. നമ്മളത് മറന്നു പോവുകയാണ്. നമ്മളെല്ലാ ഓഡിറ്റിനും അതീതരാണെന്ന് ചിന്തിക്കുന്നു, പക്ഷെ സമൂഹം നമ്മെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്നുണ്ട്. ആ സമൂഹത്തെ ഒരിക്കലും തന്നെ നമുക്ക് അവർ കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമ്മളത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അത് അരോചകമായി തോന്നും. നമുക്ക് വിചാരിക്കും എല്ലാവർക്കും നമ്മളിങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്ന സമൂഹം പലപ്പോഴും അവർക്ക് ഇതൊക്കെ അരോചകമായിട്ടാണ് തോന്നുന്നത്. നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഉത്ബോധനങ്ങളും നമ്മുടെ വാദങ്ങളും പ്രതിവാദങ്ങളും ഇതൊക്കെ സമൂഹത്തിന് അരോചകമായി തോന്നുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല വേണ്ടത്. സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മുടെ പ്രബോധനം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വാദങ്ങൾ, നമ്മുടെ പ്രതിവാദങ്ങൾ സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. അതിന് കാരണം അത് അപ്പോൾ സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്.
നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംഭാഷണങ്ങൾ ഇതൊക്കെ സത്യസന്ധമാകുമ്പോഴാണ് സമൂഹത്തിനത് സ്വീകാര്യമാകുന്നത്. അതിന് വിപരീതമാകുമ്പോൾ സമൂഹത്തിനത് അരോചകമാകും. അത് നമ്മളോട് ചെയ്യുന്ന വഞ്ചനയാണ്, ആത്മവഞ്ചനയാണ്, സമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. പ്രബോധനത്തിൻ്റെ പേരിൽ ആ വഞ്ചനയ്ക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത്. തിരുത്താൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ സച്ചരിതരായ മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃകയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതിനെ ജീവിതത്തിൽ പകർത്തി ഇസ്ലാമിൻ്റെ ജീവിത മാതൃകകളായി മാറുക. മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ്. ഇപ്പം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ ഇസ്ലാം കേരളത്തിലേക്ക് വരുന്നത്. മാലിക് ദീനാറും സംഘവും റളിയല്ലാഹു അൻഹു അവരൊക്കെ കേരളത്തിൽ വരുമ്പോൾ അവരെ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ അവർ ഖുർആൻ കൊണ്ടല്ല അവർ വന്നത്. ഖുർആൻ അവരുടെ ജീവിതത്തിലും അവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഖുർആൻ അവരുടെ ജീവിതത്തിലാണ് ഉണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ഗ്രന്ഥമായിട്ട് തന്നെ അച്ചടിക്കപ്പെടുന്നത്. സ്വാഭാവികമായും യാത്രികരും സഞ്ചാരികളും ഒക്കെ അങ്ങനെ ഗ്രന്ഥങ്ങളുണ്ടാകുമ്പോൾ ആ ഗ്രന്ഥങ്ങളുമായിട്ട് സഞ്ചരിക്കും.